രാവിലത്തെ ചായ കുടിയും പിന്നെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ നമ്മൾ അടിച്ചു വാരാൻ തുടക്കുക എന്നുള്ള കലാപരിപാടിയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരുന്നതിന് മുന്നേ എല്ലായിടത്തും ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ അടിച്ചു വാരാൻ ചൂലൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇത് മക്കൾ കിടക്കുന്ന റൂമാണ് കേട്ടോ. അവിടെ പിന്നെ ആരും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്നാലും ഒന്ന് തട്ടിക്കുട്ടി പൊടിയൊക്കെ ഉള്ളതല്ലേ, ഒന്ന് തട്ടിക്കുട്ടി വിരിക്കാമെന്ന് കരുതി അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ഇതാ അവിടെ നമ്മൾ ഇന്നലെ അലക്കി കൊണ്ടുവന്ന് ഉണക്കി വെച്ച സാധനമൊന്നും അപ്പോൾ ഞാൻ ഇന്നലെ അത് എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചതാട്ടോ. ഭയങ്കര മടക്കി വെക്കാൻ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതൊക്കെ ഒന്ന് മടക്കി എല്ലാവരും അൽമാരയിലൊക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഇതാ നമ്മൾ ഈ സ്പ്രേ വെച്ചിട്ട് ഗ്ലാസും മേശയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ വാഷ് ബേസ് ഞാൻ രാത്രി നമ്മൾ പാത്രം കഴുകില്ലേ, രാത്രിക്കത്തെ പാത്രമൊക്കെ കഴുകുന്ന ആ ടൈമിൽ തന്നെ വാഷ് ബേസ് നന്നായിട്ട് കുറച്ച് കഴുകി വൃത്തിയാക്കി വെക്കൂട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ ടെൻഷൻ ഇല്ലല്ലോ. പിന്നെ കുറച്ച് പല്ലേച്ച് നമ്മൾ രാവിലെ പല്ലേച്ചതിൻ്റേതായിട്ടുള്ള അലമ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീനാക്കി എന്നിട്ട് അങ്ങനെ അടുക്കി പൊറുക്ക് വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിച്ചു വാരാൻ നിന്നത് കേട്ടോ. മുൻഭാഗമൊക്കെ അടിച്ചു വാരി. പിന്നെ ഞങ്ങൾ കിടക്കുന്ന റൂം എന്താ വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ആരാണോ എഴുന്നേറ്റ് വരുന്നത് ഓലും അടക്കി വെച്ചിട്ടേ അവിടെ വരാൻ പാടുള്ളൂ. അധികം ഞാനായിരിക്കും കേട്ടോ ലാസ്റ്റ്. ഇതുപോലെ മദസ്ക്ക് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഉറങ്ങണതോടെ ഒന്ന് കിടക്കണതുകൊണ്ട് ലാസ്റ്റ് ഞാനായിരിക്കും എണീറ്റ് വരും. അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചൊരു അടുക്കളയിലെത്തി അവിടുന്ന് വാരിയിട്ടു. പിന്നെ തുടക്കാനും വന്നു. ഇതും ആണെങ്കിൽ എന്നെ കാത്തിക്കണി ഞാൻ തുടച്ചിട്ട് വേണം ഒക്കെ ഇവിടെ നിലത്ത് കിടക്കാൻ. ഓള് നിലത്ത് ഇങ്ങനെ കിടക്കുകയെന്ന് ഞാൻ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ എണീപ്പിച്ച് സോഫമ്മക്ക് കയറ്റി ഇരുത്തിയതാണ് കേട്ടോ. ചൂടെടുത്തിട്ട് എൻ്റെ നിലത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്ന് തുടച്ചിട്ട് ഉണങ്ങിയിട്ട് കിടന്നോന്നും പറഞ്ഞോളൂ അവിടെ കയറ്റി ഇരുത്തിയതാണ്. അങ്ങനെ നമ്മൾ ഹാള് തുടച്ചു. അടുക്കളയിലെത്തി. അടുക്കള പിന്നെ എപ്പോഴും തുടക്കാനുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാനൊരു ഉടായ്പ് തുടക്കലായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചാൽ തുടക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി എന്തായാലും പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ തുടച്ചിട്ടല്ലേ കിടക്കുള്ളൂ. അപ്പോൾ ഇവിടെ വേഗം അങ്ങോട്ട് തുടച്ച് പോയിട്ട് പിന്നെ ചിക്കൻ ഉണ്ട് വെള്ളത്തിലിട്ടിട്ടാണ് പിന്നെ എന്താ പറയുക തുടക്കാനും ഇതിനൊക്കെ പോയത്. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കറി ഉണ്ടാക്കണം. രാവിലത്തെ പുട്ടന്നെ മതി എന്ന് പറഞ്ഞു ഉച്ചക്ക് കൂട്ടോ. ആരും ഇല്ലല്ലോ ഫുഡ് കഴിക്കാൻ. ഇതും മോന് നെയ്ച്ചോറാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കണ്ടല്ലോ എഴുതിയിട്ട് ഞാൻ പിന്നെ സാധാ ചോറ് തന്നെ വെക്കലാണ്. പക്ഷേ ഓളത് കഴിക്കാത്തതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഓള് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി അതിപ്പോൾ വെറുതെ ഉണ്ടാക്കണ്ടല്ലോ, എനിക്ക് മാത്രമായിട്ട് ചോറ് വെക്കണ്ട, രാവിലത്തെ എന്താണോ ഉള്ളത് അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഇതുമൂന്നും മൂപ്പർക്കൊക്കെ അത് മതിയല്ലോ. അങ്ങനെ രണ്ടും ഇതവിടെ സെറ്റ് ആകുന്നുണ്ട്. ഉള്ളിയും ക്യാപ്സിക്കും തക്കാളിയൊക്കെ ഇട്ടിട്ട് ആ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.